കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ മൂവാറ്റുപുഴയിൽ വെച്ച് നടത്തിയ ഒരു പ്രതികരണം. അദ്ദേഹം മൂവാറ്റുപുഴയിലെ പ്രസംഗവേദിയിൽ നിന്നുകൊണ്ടാണ് മൂവാറ്റുപുഴയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃത്യമായ പരിഗണന ഈ സർക്കാർ നൽകും എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, ജില്ലാ രൂപീകരണ ചർച്ചകളിലേക്ക് ഒരിക്കൽ കൂടി വെളിച്ചം വീശുന്ന ഒരു പ്രതികരണം കൂടിയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയത്. കാരണം മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണത്തിന് പ്രഥമ പരിഗണന നൽകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടുകൂടി ജില്ലാ രൂപീകരണ ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയും മലപ്പുറം ഉൾപ്പെടെ മറ്റൊരു ജില്ല കൂടിയായി വിഭജിച്ച് മാറ്റണമെന്ന ആവശ്യമൊക്കെ ശക്തമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മൂവാറ്റുപുഴയും ജില്ലയായി പരിഗണിക്കും എന്ന് പറയുന്നത്. തിരുവനന്തപുരം മേഖലയിൽ, അതായത് തെക്കൻ കേരളത്തിലടക്കം ഇത്തരം കൂടുതൽ ജില്ലകൾ രൂപപ്പെട്ടേക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. നമുക്കാദ്യം ഇന്നലെ വി ഡി സതീശൻ നടത്തിയ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. MLA സംസാരിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ സങ്കടങ്ങളെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് നാളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു, പ്രതികാര ബുദ്ധിയോടുകൂടി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി നിർത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ: എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റും. പിന്നെ നമുക്കൊരു കാര്യം നഷ്ടം വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടണമെന്നാണ്. അതിന്റെ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക് തരും. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ലയെന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇതാ ജില്ലാ രൂപീകരണ ചർച്ചകൾ വീണ്ടും ഓൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ. നമുക്കറിയാം, ജില്ലാ രൂപീകരണം എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്, ജനസംഖ്യ പഠിക്കേണ്ടതുണ്ട്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത പഠിക്കേണ്ടതുണ്ട്. ജില്ല മാറുമ്പോൾ കോടിക്കണക്കിന് രൂപ അധികമായി സർക്കാരിന് ചെലവഴിക്കേണ്ടതായി വരുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി കൂടി ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണല്ലോ ഈ ജില്ലാ രൂപീകരണം എന്നത്. കേരളത്തിന്റെ പല കോണുകളിൽ നിന്ന് ജില്ലകളുടെ ആവശ്യം ശക്തമാകുന്നതിനിടയിൽ, ജില്ലാ ചർച്ചകൾ വളരെ സജീവമായി നിലനിൽക്കുന്നതിനിടയിലാണ് മൂവാറ്റുപുഴ ജില്ല എന്ന കാര്യത്തെക്കുറിച്ച് വി ഡി സതീശൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും മൂവാറ്റുപുഴ മാത്രമല്ല, മറ്റ് ജില്ലകൾ കൂടി രൂപപ്പെടുവാനുള്ള ഒരു വഴി തെളിയുന്നു. അതിന്റെ സാധ്യതകൾ ഒരിക്കൽ കൂടി തുറന്നിടുന്നു വി ഡി സതീശൻ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ്. കാരണം ഈ മൂവാറ്റുപുഴയ്ക്കപ്പുറം മലബാർ മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്ന് തിരൂർ കേന്ദ്രീകൃതമായി ഈ രീതിയിലൊരു ചർച്ച കഴിഞ്ഞ കുറേ നാളുകളായി രൂപപ്പെടുന്നുണ്ട്. അതിൽ രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിൽ നിന്ന് അതിൽ നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദവുമുണ്ട്. അതിനൊപ്പം തന്നെയാണ് അതിനോടുകൂടി ചേർത്ത് ചിന്തിക്കാവുന്ന മൂവാറ്റുപുഴ ജില്ല എന്ന ആശയം സംബന്ധിയായ കാര്യങ്ങളിലും ചർച്ച വരുന്നത്. അപ്പോൾ ഒരു കമ്മീഷനെ നിയമിക്കുകയാണെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കമ്മീഷൻ നിയമിക്കുകയാണെങ്കിൽ അതിൽ മൂവാറ്റുപുഴ മാത്രമായിരിക്കില്ല അതിലേക്ക് പ്രഖ്യാപനത്തിലേക്ക് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റാവശ്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മൂവാറ്റുപുഴക്കാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ പ്രഖ്യാപനം എന്നതും സുവ്യക്തമാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ആലോചനകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മൂവാറ്റുപുഴയിലേക്ക് വരികയാണെങ്കിൽ മൂവാറ്റുപുഴ സംബന്ധിയായ കാര്യങ്ങളിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഒരു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയതാണ്. ഇനിയൊരു ജില്ലയുണ്ടാവുകയാണെങ്കിൽ അത് മൂവാറ്റുപുഴയായിരിക്കുമെന്ന രീതിയിലുള്ളൊരു പ്രഖ്യാപനം വന്നു. പക്ഷേ പിന്നീട് ഉണ്ടായത് കാസർഗോഡായിരുന്നു, പിന്നീട് ജില്ലയായിട്ട് വരികയും ചെയ്തത്. എന്തായാലും ഇക്കുറി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ ഒരു പ്രഖ്യാപനം വളരെ വ്യക്തമായിട്ട് തന്നെ നടത്തിയിരിക്കുന്നു. ആ രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ഡി ബാബു പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തുകയും ഇത് റിപ്പോർട്ടായിട്ട് തന്നെ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മൂവാറ്റുപുഴയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഏതാണ്ട് താലൂക്കുകൾ 5 താലൂക്കുകളോളം വരും, 2 റവന്യൂ ഡിവിഷനുകൾ വരും. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യമൊരുക്കൽ ഒരു ജില്ല എന്ന രീതിയിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരാനുള്ള മുഴുവൻ സാധ്യതയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ സർക്കാരിന് കൂടുതലായിട്ട് അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് അടക്കം കാര്യങ്ങൾ നടത്തേണ്ടി വരും. കാരണം പുതിയൊരു ജില്ല, അതിനുവേണ്ട സൗകര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരുക്കേണ്ടി വരും. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു.
ഒപ്പം തന്നെയും ജില്ലയുടെ രൂപീകരണം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു ജില്ലാ രൂപീകരണം സംബന്ധിയായ കാര്യങ്ങളിൽ മൂവാറ്റുപുഴയ്ക്ക് ഒപ്പം തന്നെ പിറവവും കോതമംഗലവും അതോടൊപ്പം തന്നെ തൊടുപുഴ കൂടി അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം. ആ രീതിയിലായിരിക്കും ഒരു ജില്ല രൂപപ്പെടുമെങ്കിൽ രൂപപ്പെട്ട് വരാനുള്ള ഒരു സാധ്യത എന്നതെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ എറണാകുളം ജില്ലയുടെ ഒരു വ്യാവസായിക പദവി എന്ന രീതിയിൽ നിന്ന് മറ്റ് ഇടങ്ങളിലേക്കെല്ലാം തന്നെ കൂട്ടിച്ചേർക്കലുകൾ കൂടി വരുമ്പോൾ അതെങ്ങനെ ബാധിക്കുമെന്നതെല്ലാം തന്നെ കണ്ടറിയണം. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ്. കോൺഗ്രസ്സാണ് ഈ ആവശ്യം മുന്നോട്ട് വരുന്നത്. ഒരിക്കലും ഇടതുപക്ഷത്തിൽ നിന്ന് ഈ ഒരു ആവശ്യം മുന്നോട്ട് വന്നിട്ട് ചർച്ചകളിലേക്ക് ശരിയാണ്, അവിടെയാണല്ലോ അധികമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ എറണാകുളം ജില്ലയുടെ ഒരു പൊതു സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം. പൊതുവിൽ ഈ UDF അനുകൂലമാകുന്ന ഒരു ഇടം കൂടിയാണ് ഈ മധ്യ കേരളം എന്നത്. അവിടെ കേരള കോൺഗ്രസിന്റെ ചൂടുമാറ്റമൊക്കെ നമുക്കറിയാം. എന്നാൽ ചില തെരഞ്ഞെടുപ്പുകളിലെങ്കിലും അത്തരം കോട്ടകളിലും ഇടതുപക്ഷം വലിയ വിജയക്കൊടി പാറിച്ച സാഹചര്യമുണ്ട്. പക്ഷേ ഒരു പരമ്പരാഗതമായി നോക്കുമ്പോൾ എറണാകുളം ജില്ല അത് എപ്പോഴും വലതുമുന്നണിക്ക് അനുകൂലമാകുന്നു. ഇടുക്കിയിലേക്ക് വരുമ്പോൾ അവിടെ കേരള കോൺഗ്രസിന്റെ സ്വാധീനം ഉണ്ടാകുന്നു. ഒരു പക്ഷേ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു ജില്ലാ രൂപീകരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ജില്ലാ പഞ്ചായത്ത് ഭരണം, ത്രിതല പഞ്ചായത്ത് ഭരണം അതൊക്കെ മാറുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. അതായത് കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു ജില്ലാ രൂപീകരണം, അതിനാണ് കോൺഗ്രസ് ഇപ്പോൾ പരിഗണന നൽകുന്നത് എന്ന രാഷ്ട്രീയമായ ഒരു വിമർശനം ഉയരുന്നുണ്ട്. ഡാനി, തീർച്ചയായും ഒരു സംശയമില്ല. കാരണം ഒരു കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം മറ്റൊരു ഭൂമിക കൂടി അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് അതിനെ അടിവരയിട്ട് വായിക്കേണ്ടത് അഭിലാഷ. കാരണം ഈ രീതിയിലുള്ള ഇപ്പോഴുള്ളൊരു പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനെയൊരു ജില്ലാ രൂപീകരണം അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും. നിലവിലെ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാണ്. കേരള കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഭയപ്പെട്ടിരുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ PJ ജോസഫും കൂട്ടരും അക്കാര്യങ്ങളിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും അതിൽ പിന്നാക്കം പോയതിന് കാരണം തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് തൊടുപുഴ അതിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ തങ്ങളുടെ ശക്തി കുറയും. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ നിന്നുള്ള തങ്ങളുടെ ഒരു ശക്തി കുറവ് അവിടെ അനുഭവപ്പെടും, തൊടുപുഴയ്ക്ക് അടക്കം അനുഭവപ്പെടും. മാത്രവുമല്ല ഇടുക്കി എന്ന ഒരു ഇടുക്കിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വികസന പദ്ധതികൾ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലും അതിനോടനുബന്ധിച്ചുള്ള മലയോര മേഖലയിലും എല്ലാം തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വലിയ വികസനം എന്ന രീതിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പൊതുഗുണം തൊടുപുഴയ്ക്ക് അടക്കം ലഭിക്കുകയും ലഭിച്ചിട്ടുമുണ്ട്. നിലവിലെ തൊടുപുഴയുടെ വികസനമെല്ലാം തന്നെ ഇടുക്കിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേടിയ വികസനം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ അവർ മാറ്റപ്പെടുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ട്. രാഷ്ട്രീയപരമായി മലയോര മേഖലയിൽ നിന്ന് തങ്ങൾ അവരുടെ ശക്തി കർഷകരുടെ ഒരു ശക്തിയിൽ നിന്ന് തങ്ങൾ കുറച്ചെങ്കിലും അതിൽ പുറകോട്ട് പോകുമെന്നൊരു ആശങ്കയും അവർക്ക് നിലനിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു ചർച്ചകളും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ അങ്ങനെ ഇപ്പോൾ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചൊരു ജില്ലയാവുമ്പോൾ തൊടുപുഴ ചേർക്കപ്പെടുമ്പോൾ തങ്ങൾക്ക് ഭയക്കുന്നത് പോലെ വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല രാഷ്ട്രീയപരമായി. മറിച്ച് ഈ ഒരു പുതിയ കൂട്ടിച്ചേർക്കലുകൾ തങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നൊരു ചിന്ത കോൺഗ്രസിനും പ്രത്യേകിച്ച് UDF കേരള കോൺഗ്രസുമായെല്ലാം തന്നെ തങ്ങളുടെ ശക്തി കൂടുതലായിട്ട് ഉടച്ച് വാർക്കപ്പെടുന്ന രീതിയിലേക്ക് അങ്ങനെ വരും എന്ന് അവർക്ക് വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്കുള്ള ചിന്തകൾക്ക് അവരുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ശക്തി പകരുകയും ചെയ്യുന്നത്. അങ്ങനെ കോൺഗ്രസിന് അനുകൂലമായ ഒരു ഭൂമിക കൂടി സൃഷ്ടിക്കപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് പൊതുവിൽ രാഷ്ട്രീയമായി കരുതുന്നത്. അതാണ് മധ്യ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജില്ലാ രൂപീകരണ പേര് എന്നത് മൂവാറ്റുപുഴയുടേതാണ്. പക്ഷേ അവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആവശ്യം മലബാർ മേഖലയിൽ നിന്നടക്കമാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ളത്. ഈ VD സതീശന്റെ പ്രതികരണം വന്നതിന് പിന്നാലെ അത്തരം ആവശ്യങ്ങൾ അവിടെ ശക്തമാവുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ആ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ സ്വാഭാവികമായും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് ഈ മലപ്പുറം ഉൾപ്പെടുന്ന പ്രദേശത്തെക്കുറിച്ചായിരിക്കുമെന്നത് തർക്കമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.